ബലിയറക്കുന്നത് മുസ്ലിങ്ങൾക്ക് അള്ളാഹു എന്തോ ഒന്ന് വഹിയിലൂടെ കൽപ്പിച്ച ഒരു സംഭവമല്ല പ്രിയപ്പെട്ടവര്. ബലി മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ച് ചോര ചിന്തിയിട്ട് തൃപ്തിപ്പെടുന്ന ഒരു ദൈവത്തെ, അങ്ങനെയുള്ള ഒരു ദൈവസങ്കല്പം 6-ാം നൂറ്റാണ്ടിലെ അറബികളുടെ ചിന്താഗതിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങളിത് വായിക്കൂ. നിങ്ങൾ ഈ ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ ഇത് വായിക്കുന്നത്, അഹ്ലുസുന്നത്തിന്റെ ചരിത്രം. ആ ചരിത്രത്തിൽ പറയുകയാണ്, ഖുറൈശികളുടെ അടുത്ത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിനല്ല എന്ന് വന്നത് തെളിയിക്കാൻ വേണ്ടി പ്രവാചകൻ ഖുറൈശികളുടെ അല്ലെങ്കിൽ അറബികളുടെ മതാനുഷ്ഠാന കർമ്മമായ ബലിയറക്കൽ, മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ച് അതിനെ കൊന്ന് അതിലൂടെ തൃപ്തിപ്പെടുന്ന ദൈവവിശ്വാസം പേറുന്ന ഖുറൈശികളുടെ അറബികളുടെ ആ ഒരു വിശ്വാസം ഞങ്ങളും ഇതാ ചെയ്യുന്നു, ഞങ്ങൾ അതിനു വേണ്ടിയാണ് വന്നത് എന്ന് പ്രവാചകൻ ഈ വന്ന ആളുകളോട് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ബലി മൃഗങ്ങളെ മുമ്പിൽ നിർത്തി കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ, നിങ്ങൾ ചിന്തിക്കൂ, ഈ ബലി അറക്കുന്ന സമ്പ്രദായം 6-ാം നൂറ്റാണ്ടിലെ അറബികളുടെ ഒരു കർമ്മമാണ് പ്രിയപ്പെട്ടവരെ. അത് ദൈവവുമായി, ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുമായ ദൈവവുമായി എന്ത് ബന്ധം? അത് ഖുറൈശികളായ അറബികൾ ഉണ്ടാക്കിയ വെറും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർ സ്വയം കണ്ടെത്തിയ ഒരു കാര്യം മാത്രമാണ്. ഭക്ഷണത്തിന് വേണ്ടി ഒരു മൃഗത്തെ നമ്മൾ കൊല്ലുന്നു, അല്ലെങ്കിൽ ഒരു സസ്യത്തെ നമ്മൾ വെട്ടുന്നു, അത് കഴിക്കുന്നു എന്നതുപോലെയാണോ ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി മൃഗത്തെ അറക്കുക എന്ന് പറയുന്ന സംഭവം? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വളരെ കൃത്യമായിട്ടല്ലേ ഇത് പറയുന്നത്. അറബികളുടെ ഈ മതാനുഷ്ഠാനത്തിന്റെ ദൃശ്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. അപ്പം ശിർക്കം വിശ്വാസം പേറുന്ന അവരുടെ വിശ്വാസം പ്രവാചകൻ മുഹമ്മദ് നബിയും ചെയ്യുന്നു എന്ന് കണ്ടപ്പോ, അതിനുവേണ്ടി മൃഗങ്ങളെ കൊടുന്നു വെച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോ, ഈ വന്ന ഖുറൈശികൾ പറഞ്ഞയച്ച ആ ദൂതന്, ആ നേതാവിന് അത് കണ്ട് തൃപ്തിയായി ബോധ്യപ്പെട്ടു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ ഈ ബലി അറക്കുന്ന സമ്പ്രദായം ആരുടെ വിശ്വാസമാണ്? ശിർക്കൻ വിശ്വാസം പേറുന്ന 6-ാം നൂറ്റാണ്ടിലെ ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകളുടെ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ. യുദ്ധവും ആക്രമണവും ഉദ്ദേശിക്കാതെ വന്ന ഈ വിഭാഗത്തോട് ഖുറൈശികൾ ചെയ്യുന്നത് തികഞ്ഞ അനീതിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അപ്പൊ ഈ വന്ന ആൾക്ക് ബോധ്യപ്പെടുകയാണെന്ത്? ഖുറൈശികൾ മുസ്ലിങ്ങളോട് ചെയ്യുന്നത് അനീതിയാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി പ്രവാചകൻ എടുത്തൊരു ടെക്നിക്കാണ്, ഒരു തന്ത്രമാണ് ഈ ബലിമൃഗങ്ങളെ കൊണ്ടുപോയി നിർത്തിയത്. ഇതാണ് ഇതിന്റെ ചരിത്രം. ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെയാണോ ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി, അതിനുവേണ്ടി സമ്പാദ്യത്തിൽ നിന്ന് ഒരു എമൗണ്ട് നിശ്ചയിച്ചിട്ട് എല്ലാ കൊല്ലവും ഇത് ചെയ്തു കൂട്ടുന്നത്? ദ്രോഹമല്ലേ പ്രിയപ്പെട്ടവരെ? 6-ാം നൂറ്റാണ്ടിലെ ഏതോ ഒരു വിശ്വാസത്തിന്റെ പേരിൽ അറബികൾ ചെയ്തിരുന്ന പ്രാകൃതമായിട്ടുള്ള ഒരു സംഭവം അത് ഇന്നും പേറി വിശ്വാസത്തിന്റെ പേരിൽ ചെയ്യണമെങ്കിൽ എത്ര വലിയ വിഡ്ഢികളായിരിക്കണം നമ്മൾ? ഒന്ന് ആലോചിച്ചു നോക്കിയേ.